അതിരാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ലുലുവിലോട്ട് പോകാനുള്ള തിരക്കിലാണ്. അങ്ങനെ ഞങ്ങൾ ഫൺ ടൂറിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇതിന് മുന്നേ പോയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയ കാർഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 11 മണിയോടൊക്കെ തന്നെ ഞങ്ങൾ ലുലുവിലെത്തി. പിന്നെ കരുതി എന്തെങ്കിലും കഴിച്ചിട്ടാകാം ബാക്കി കാഴ്ചകൾ. അങ്ങനെ കരുതി അവിടുന്ന് കുറച്ച് ബ്രൗണി, പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള ബിരിയാണി, മന്തി, പിന്നെ ഒരു ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. എനിക്കെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബ്രൗണി ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ കഴുകി പിന്നെ നേരെ ഫൺ ടൂറിലായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കയറുള്ള ആകെ ഒരു വിഷമമെന്ന് പറയുന്നത് ചില റൈഡുകളിൽ ഞങ്ങൾ വലിയ ആൾക്കാർക്കൊന്നും കയറാൻ പറ്റത്തില്ല. ചില റൈഡൊക്കെ നല്ല കുഞ്ഞു പിള്ളേർക്കുള്ളതാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു വിഷമം, അയ്യോ അതിലൊക്കെ ഒന്ന് നമുക്കും കൂടെ ഒന്ന് കയറാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ. പിന്നെ കുഴപ്പമില്ല. പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെ ഓരോരോ റൈഡിൽ കയറുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നു. നല്ല ചെറിയ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡ് ഇവിടെ ഉണ്ട്. കുഞ്ഞു പിള്ളേരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അവർക്ക് ഏത് റൈഡിൽ കയറിയാലും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. കാരണം അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ഏജ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഏജാണല്ലോ. എന്ത് കിട്ടിയാലും ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ എന്ത് വാങ്ങിക്കൊടുത്താലും ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരിക്കും അത് വാങ്ങുന്നത്. അങ്ങനെ മെയിനായിട്ട് ഞങ്ങളുടെ കൂടെ ഒരു കുഞ്ഞാളുണ്ടായിരുന്നു. അപ്പം ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ മെയിനായിട്ട് ഈ ഫൺ ടൂറയിൽ കയറിയത് തന്നെ. അല്ലാതെ ഞങ്ങൾ ഈ ഫൺ ടൂറയിലൊന്നും അങ്ങനെ കയറുന്നതല്ല. ഞാൻ ഇതിന് മുന്നേ ഒക്കെ ലുലുവിൽ വന്നിട്ടുള്ളപ്പോൾ ഇവിടുത്തെ കുറച്ച് റൈഡിലൊക്കെ കയറിയിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം ഫസ്റ്റ് ടൈം കയറിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആയപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി. പിന്നെ കുറേ നാളായിട്ടിങ്ങനെ ഈ ലുലുവിൽ വന്നാലും ഈ ഒരു ഫൺ ടൂർ സെക്ഷനിലോട്ടൊന്നും അങ്ങനെ പോവാറില്ലായിരുന്നു. അങ്ങനെ ഏതെങ്കിലും കുഞ്ഞു പിള്ളേരുമായിട്ട് വരുമ്പോഴാണ് ഈ ഒരു സെക്ഷനിലോട്ട് പോകുന്നത് തന്നെ. പിന്നെ ഈ ഒരു മരം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്രിസ്മസ് മുതലേ ഇവിടെ ഇരിക്കുവാണ്. എല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഭയങ്കര രസമാണ് അതിങ്ങനെ കണ്ണ് ചിമ്മുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ലുലുവിലൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പോയത് നേരെ കോവളത്തേക്കാണ്. സത്യം പറയാലോ നല്ല വെയിലായിരുന്നു. എന്നാലും ഞാൻ ഇറങ്ങിയതുപോലെ തന്നെ ഉടനെ തന്നെ തിരിച്ച് കയറുകയും ചെയ്തു. കാര്യം അമ്മാതിരി വെയിലായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു, സഹിക്കാൻ പറ്റാത്ത അത്രയും വെയിലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടേക്കൊന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.